മലയാള മനോരമ ഹോർത്തൂസ് ഉത്സവത്തിൻ്റെ 3-ാം ദിനം. ഇത് ശംഖുപുഷ്പം എന്ന സുന്ദരവേദി. ഈ സുന്ദരവേദിയിൽ നടക്കുന്ന രുചി നിർവ്വാണയിലേക്ക് നമ്മുടെ സ്വന്തം ഷെഫ് പിള്ളയ്ക്ക് സ്വാഗതം. താങ്ക് യു. ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രുചി നിർവ്വാണയിൽ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ശംഖുപുഷ്പം നമ്മൾ കേട്ട് പഴകിയ ഒരു പേരാണ്. കാരണം നമ്മുടെ നാട്ടിലെ വേലികളിലും വീട്ടുമുറ്റത്തും എല്ലാം പടർന്നു പന്തലിച്ച നീലപ്പൂവുള്ള ഈ ചെടി നമ്മളിതിനെ അങ്ങനെ വലിയ കാര്യമാക്കിയിട്ടില്ല. നീലപ്പൂവ് അത്രയേ ഉള്ളൂ, നമ്മൾ അതിനപ്പുറത്തേക്കൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് കഥ മാറി. ശംഖുപുഷ്പം എന്നത് ഒരു മാണിക്യമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ആൻറ്റി ഓക്സിഡൻറ്റുകൾ നിറഞ്ഞ പ്രതിരോധ ശേഷി പകരുന്ന ഈ പൂവ് ഇപ്പം നമ്മൾ ജ്യൂസായും ചോറായും ഒക്കെ കഴിക്കുന്നുണ്ട്. അതുപോലെ ഒരു ശംഖുപുഷ്പമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. കേരളത്തിലെ കൊച്ചു ഗ്രാമമായ കൊല്ലം ജില്ലയിലെ കൊച്ചു ഗ്രാമമായ തെക്കും ഭാഗത്ത് നിന്ന് ആരെയും കൊതിപ്പിക്കുന്ന വിജയ കുതിപ്പ് നടത്തിയ നമ്മുടെ സ്വന്തം സുരേഷ് പിള്ള, കേരളത്തിലെ രുചികളെ ചേർത്ത് പിടിച്ച് നമ്മളെ കൊതിപ്പിച്ച് കഴിപ്പിച്ച ഷെഫ് പിള്ള, മലയാളിയെ മയക്കിയെടുത്ത ഷെഫ് പിള്ള, സ്നേഹം വാരി വിതറിക്കൊണ്ട് നമുക്ക് ഒരു നല്ല കയ്യടി കൊടുത്ത് ഷെഫ് പിള്ളയെ സ്വാഗതം ചെയ്യാം. താങ്ക് യു മാഡം. താങ്ക് യു സോ മച്ച്. ഷെഫ്, ജീവിതത്തിലെ ഒരു വഴിത്തിരിവെന്ന് പറയുന്നത് എന്താണ്? കാരണം ഷെഫ് വന്ന വഴികൾ എല്ലാവർക്കും അറിയാം. ഷെഫിൻ്റെ ഒരു യാത്രകളും എവിടെ നിന്ന് എവിടെ വരെ എത്തിയെന്ന്. ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് 22 റെസ്റ്റോറൻറ്റുകളുടെ ഉടമയായി മാറിയ, ഇനി 60 റെസ്റ്റോറൻറ്റുകൾ വരാനിരിക്കുന്ന ഒരു ഗ്രേറ്റ് മാൻ. അങ്ങയുടെ ഈ യാത്രയിൽ ഒരു വഴിത്തിരിവ്, ഒരു ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു? ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഭയങ്കര ഒരു സന്തോഷം. ഇങ്ങനെ ഒരു വേദിയിൽ മനോരമയുടെ ഹോർത്തൂസ് എന്ന് പറഞ്ഞ അതിൻ്റെ ആദ്യ സീസണിൽ തന്നെ പങ്കെടുക്കാൻ പറ്റി എന്നുള്ള ഒരു ഭയങ്കര സന്തോഷമാണ്. മേഡം പറഞ്ഞ പോലെ എൻ്റെ ഒരു ലൈഫിൽ കുറേ വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളൊരു 30 വർഷത്തെ കരിയറിൽ പല സംഭവങ്ങളുണ്ടായെങ്കിലും ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ടതായി അല്ലെങ്കിൽ എൻ്റെ ലൈഫ് എന്തുകൊണ്ട് ചേഞ്ചായി എന്നുള്ളൊരു ഡിസിഷൻ മേക്കിങ്ങിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കൂടുതൽ പഠിക്കാൻ പറ്റാണ്ട് ഒരു റെസ്റ്റോറൻറ്റ് മേഖലയിലേക്ക് അവിചാരിതമായി എത്തപ്പെടുകയും ഒരു വെയിറ്ററായിട്ട് തുടങ്ങി മെല്ലെ ഷെഫല്ല ഒരു കുക്കായിട്ട് തുടങ്ങുകയാണ്. അതിനുശേഷം കോഴിക്കോട് എത്തുന്നു. കോഴിക്കോട് എത്തി പിന്നീട് ബാംഗ്ലൂരിലെത്തുന്നു. കുറേ വർഷം ജോലി ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലായി. എനിക്കൊരു ഷെഫ് ആവാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനകത്ത് നല്ലൊരു കരിയറാണ്, കുറേ കൂടെയൊക്കെ പ്രയത്നിച്ചാൽ നല്ല ഒരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യമൊക്കെ ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒരു ഷെഫ് ആവാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലേക്ക് പോകുമ്പം പലയിടത്തും നമ്മളെ ആ ഒരു സമയത്ത് എല്ലായിടത്തും നമ്മളെ തഴയപ്പെടുകയാണ്. കാരണം ഇതിൻ്റെ ഒരു ഒഫീഷ്യലായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രിയോ അല്ലെങ്കിൽ മറ്റ് 10ാം ക്ലാസ് അല്ലാതെ വേറെ ഒരു വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതുകൊണ്ട് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എല്ലായിടത്തും നമ്മൾ അപേക്ഷിക്കുമ്പം അവിടുത്തെ ഫുഡ് ട്രയൽസൊക്കെ പാസ്സാവുകയും ഫൈനലി HR എത്തുമ്പോൾ നമ്മളെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതിങ്ങനെ എനിക്ക് ഭയങ്കര മനസ്സിലായി, ഒരു റെസ്റ്റോറൻറ്റിലെ കുക്ക് അല്ല ആവേണ്ടത്, ഒരു ഷെഫ് ആവണമെങ്കിൽ ഏതെങ്കിലും വലിയ ഹോട്ടലിൽ ജോലി ചെയ്യണം, കുറേ കൂടെയൊക്കെ പഠിക്കണം. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എനിക്ക് ഏകദേശം 15,000 രൂപ ശമ്പളം ഉള്ളപ്പോൾ അവസാനം ഒരു ഹോട്ടലിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കഫ്റ്റീരിയയുടെ കുക്കായിട്ട് അവസാനം വരെ എന്നെ ചൂസ് ചെയ്തു. അപ്പോൾ 5,000 രൂപയാണ് അന്ന് ഓഫർ ചെയ്യുക. അപ്പം ഞാൻ എത്രയോ 10-15 വർഷത്തെ എക്സ്പീരിയൻസ് നേടിയതിന് ശേഷം നല്ല ശമ്പളത്തോടു കൂടി ജോലി ചെയ്യുമ്പം ഈ ഒരു ഹെഡ് ഷെഫ് എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഇരിക്കെ അതെല്ലാം ഉപേക്ഷിച്ച് ഏറ്റവും ട്രെയിനി ആയിട്ട് അവർ ഓഫർ ചെയ്ത, നിനക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല, സോ യു സ്റ്റാർട്ട് ഫ്രം ആസ് എ ട്രെയിനി എന്ന നിലയിലേക്ക്. അപ്പോൾ ആ ഒരു ഡിസിഷൻ പലരും എന്നെ നിരുത്സാഹപ്പെടുത്തി. എന്തിനാണ് ഇത്രയും നല്ല ശമ്പളം കിട്ടുമ്പോൾ ഇങ്ങനൊരു പോകുന്നത്, 5,000 രൂപ ശമ്പളത്തിന് വീണ്ടും ഒരുപാട് പൊസിഷൻ താഴോട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ അവിടെ ഞാൻ ആലോചിച്ചത്, ഒരുപക്ഷെ എനിക്ക് ആ ഒരു ഹോട്ടലിൽ എത്തിയാൽ അവിടുത്തെ ഒരു അനുഭവം ജ്ഞാനം അല്ലെങ്കിൽ അവിടുത്തെ കുറേ കൂടെയൊക്കെ ട്രെയിനിങ് കിട്ടി എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആവുന്നെടുത്ത ആ ഒരു ഡിസിഷൻ. അത് ഒരുപാട് പേര് ചെയ്യില്ല. നമ്മളെപ്പോഴും മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ നമുക്കൊരു ബാക്ക് സ്റ്റെപ്പ് എടുത്താൽ അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കറിയാം മുന്നോട്ട് നമ്മളൊന്ന് മാറി ചിന്തിച്ച് അല്ലെങ്കിൽ കുറേ കൂടെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ആവും എന്നുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നു. തീർച്ചയായിട്ടും അതെൻ്റെ ലൈഫിനെ കംപ്ലീറ്റ് മാറ്റി. അങ്ങനെ എനിക്ക് ആദ്യത്തെ ഓഫർ ലെറ്റർ കിട്ടുകയാണ്. 20,000 വരുമാനമുള്ള എനിക്ക് 5,000 രൂപയായിട്ട് കോമി 2 എന്ന് പറഞ്ഞ ലീല പാലസ് എന്ന് പറഞ്ഞ വലിയൊരു നമ്മുടെ മലയാളികളുടെ ഏറ്റവും അഭിമാനമായ കൃഷ്ണൻ നായർ സാറിൻ്റെ ബാംഗ്ലൂരിലെ ഏറ്റവും വലിയൊരു പ്രോപ്പർട്ടിയിൽ കോമി 2 എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് ഏറ്റവും ജൂനിയർ ലെവലിൽ ഒരു പൊസിഷനിലേക്ക് വരികയും
ഞാനവിടെ ഒരു 1 ഇയർ ജോലി ചെയ്തപ്പോൾ തന്നെ ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള അവസരം വരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ 15 ഇയേഴ്സ് എക്സ്പീരിയൻസ് എല്ലാം ആ ഒരു ഷെൽട്ടറിൻ്റെ അണ്ടറിലായി. അല്ലെങ്കിൽ ചെറിയ ചെറിയ കോഴിക്കോടത്തെ കാസിനോ, അല്ലെ കൊല്ലത്തെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ്, കോയമ്പത്തൂരിലെ കുറേ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ജോലി ചെയ്ത, അല്ല ഒരു ബ്രാൻഡ് അല്ലാത്ത സ്ഥലത്ത് ജോലി ചെയ്ത് നമ്മൾക്ക് പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിലും ഒരു ബ്രാൻഡിനകത്ത് എത്തിയപ്പോഴത്തേക്ക് കരിയർ മാറുന്നു, CV മാറുന്നു. CV അയക്കുമ്പോൾ നിങ്ങൾ ലീലയിലാണ് ജോലി ചെയ്തതല്ലേ, ആ CV കണ്ടിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോകാൻ പറ്റുന്നു. അപ്പോൾ അതിനുശേഷം പല സംഭവങ്ങളുണ്ടെങ്കിലും എൻ്റെ ഒരു ലൈഫിനെ കംപ്ലീറ്റ് മാറ്റിമറിച്ചത് 20,000 രൂപയുള്ളപ്പോൾ 2,000 എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിൽ ആ 20,000 രൂപ ശമ്പളം ഒരു കുക്കിന് ഭയങ്കര വലിയ ശമ്പളമാണ്. അത് കളഞ്ഞിട്ട് 5,000 രൂപയുടെ ശമ്പളത്തിലേക്ക് എടുക്കുക എന്നുള്ള ഒരു ഡിസിഷനാണ് എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചത്. പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്ന് പറയുന്നത് പോലെ അല്ലേ? അതിപ്പോൾ എല്ലാവരും അത് ഒരുപക്ഷെ നിങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുള്ള എനിക്കും പറയാനുള്ള പലപ്പോഴും ഒരു ഇതുപോലുള്ളൊരു ഡിസിഷനൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും അത് നോയാണ് പറയുക. അപ്പം അതൊരു കാൽക്കുലേറ്ററായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. ചില സമയങ്ങളിൽ ലൈഫ് തന്നെ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് മാറ്റും. അതെ, ഒരാള് ഒരു കാര്യത്തിലേക്ക് എത്താൻ തീവ്രമായി ആഗ്രഹിച്ചാൽ അതിലെത്തുമെന്ന് പറയുന്നത് നമ്മുടെ ഷെഫ് പിള്ളയെ കുറിച്ചായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, ഷെഫ് കൊല്ലം ജില്ലയിലെ അണ്ടർ-18 ചെസ് ചാമ്പ്യൻ ആയിരുന്നു എന്ന്. ആദ്യമായിട്ട് കോഴിക്കോട് എത്തിയത് ചെസ് കളിക്കാനാണെന്നും വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും ഷെഫ് ചെസ് കളിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഈ കോഴിക്കോട് എത്തി ഇവിടെ താമസമാക്കി അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന ഷെഫിന് കോഴിക്കോട് നിന്ന് എന്താണ് പഠിച്ചത്? അതെ, ശരിക്കും ചെസ്സ് ഈ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിന് ഒത്തിരി, ഞാൻ ചെസ്സ് കളി ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ചെറുപ്പം മുതലേ ക്ലബ്ബുകളിലൊക്കെ ഇങ്ങനെ കളിച്ച് മത്സരിക്കും. അങ്ങനെ ഒരു സ്കൂളിൽ പഠിച്ച സമയത്ത് ഈ ജോലിയുടെ ഇടയിൽ കൊല്ലത്ത് YMCA, അപ്പോൾ കൊല്ലത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് YMCA ഒരു ടൂർണമെൻറ്റ്. അപ്പോൾ എനിക്ക് ആ ടൂർണമെൻറ്റ് ഒരു ഒഫീഷ്യൽ ടൂർണമെൻ്റ് ഒന്നും കണ്ടിട്ടില്ല. വീടിന് മുമ്പിലൊക്കെയുള്ള ക്ലബ്ബുകളിലെ സാധാരണ കളി കളിച്ച് വലിയ വലിയ ചേട്ടന്മാരെയൊക്കെ തോൽപ്പിച്ച് ഒരുപാട് ട്രോഫിയൊക്കെ കിട്ടിയെങ്കിലും ആ ഒരു കോൺഫിഡൻസിൽ അണ്ടർ-18 മത്സരം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ്. അപ്പോൾ അത് പോയി കാണുന്നു. അങ്ങനെ കൊല്ലത്ത് ആദ്യമായിട്ട് നടത്തിയതാണ് ഡിസ്ട്രിക്ട് ലെവലിൽ. അതിൻ്റെ സ്റ്റേറ്റ് കണ്ണൂർ, കോഴിക്കോടൊക്കെ ആയിട്ടാണ്. അങ്ങനെ അതിൽ പങ്കെടുത്തു, അതിൽ ഞാൻ ചാമ്പ്യനായി. അങ്ങനെ ഫസ്റ്റ് കോഴിക്കോടേക്ക് വരുന്നു. കോഴിക്കോട് വന്ന് ഇവിടെ മലബാർ പാലസ് എന്ന് പറയുന്ന ഹോട്ടൽ, അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ മുന്തിയ ഹോട്ടലാണ്. അത് 93-94 കണ്ടാണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ ഈ കോഴിക്കോട് വരികയും ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചപ്പോഴാണ് ഞാൻ അത്രയും കാലം ഇതൊന്നുമല്ല, ആദ്യമായിട്ടാണ് കൊല്ലം വിട്ട് വരുന്നത് തന്നെ. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് വെൽക്കമായിട്ട് ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെയാണ് തന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ നാട്ടിലെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു ചോറ് വേവിച്ച് അല്ലെങ്കിൽ ചിക്കൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ദം ബിരിയാണി എന്ന് കേൾവി പോലുമില്ല. ഇപ്പം ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ഓരോ സ്ഥലത്തെ ഭക്ഷണങ്ങളെ കുറിച്ച് അറിയില്ലല്ലോ. അപ്പം ഇന്ന് നമുക്ക് ലോകത്തെ ഏത് കോണിൽ എന്തൊക്കെ ഭക്ഷണം ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഒരാളും ഈ ജോലിയൊക്കെ ചെയ്യുന്ന ഒരാൾ, തെക്കൻ കേരളത്തിലെ രുചി മാത്രം കഴിച്ച ഒരാൾ മലബാറിലെ രുചി എന്താണെന്ന് കണ്ട് ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ എൻ്റെ വീടെന്ന് വെച്ചാൽ കൊല്ലത്തെ അഷ്ടമുടി കായലാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ മത്സ്യവിഭവങ്ങളുണ്ടെങ്കിൽ നമ്മളവിടെ നിന്നും പ്രഭാത ഭക്ഷണത്തിന് മത്സ്യം ഉപയോഗിക്കില്ല. ഇവിടെ വന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും മീൻകറി, അല്ലെ പൊറോട്ട, മത്സ്യക്കറി. അപ്പോൾ എനിക്ക് ആദ്യം ഇത് കേട്ടിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് കഴിച്ചപ്പോഴാണ് എന്താണ് ഇതിൻ്റെ ഒരു വ്യത്യാസം, എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ ഇത്രമാത്രം. അന്ന് തൊട്ട് തുടങ്ങിയ ഒരു സ്നേഹമാണ് കോഴിക്കോടൻ ഭക്ഷണത്തിനോട്. പിന്നീട് ഇവിടെ തന്നെ ആ ഭക്ഷണം കഴിച്ച കാര്യം കൊണ്ട് നേരെ തിരിച്ച് കോഴിക്കോട് വന്ന് 2 വർഷം ജോലി ചെയ്തിട്ടാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. കോഴിക്കോടിനുള്ള ആ സ്നേഹം ഇപ്പോഴും തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു സ്നേഹത്തിനാണ് ഞാനിപ്പം പുതുതായിട്ട് നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റ് ശൃംഖലയൊക്കെ തുടങ്ങി. അപ്പോൾ ഇവിടുത്തെ ഈ ബീച്ചിൽ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയൊരു റെസ്റ്റോറൻറ്റ് ഉടൻ തന്നെ തുടങ്ങാനും പോകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ കോഴിക്കോടുകാർക്ക് ഏറെ സന്തോഷമായി, നിങ്ങൾക്ക് ഷെഫിൻ്റെ രുചി കൂടുതൽ രുചിച്ചറിയാൻ പറ്റും. മറ്റൊന്ന് ചോദിക്കട്ടെ, ഈ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് പിന്നീട് ബാംഗ്ലൂർ പോയി, ബാംഗ്ലൂരിൽ നിന്ന് ലണ്ടനിലേക്ക് പോയി. ലണ്ടനിൽ ഷെഫ് നന്നായി എസ്റ്റാബ്ലിഷ്ഡായി, മാസ്റ്റർ ഷെഫിലും മറ്റും പങ്കെടുത്തു, നന്നായി എസ്റ്റാബ്ലിഷ്ഡായി. മനസ്സിലാക്കിയെടുത്തോളം മാസം ഏകദേശം 5 ലക്ഷത്തോളം രൂപ ശമ്പളം, ഭാര്യയ്ക്ക് ജോലി, കുട്ടികൾ നല്ല സ്കൂളുകളിൽ പഠിക്കുന്നു. ജീവിതത്തിലെല്ലാം നേടി എന്ന് തോന്നുന്ന ഒരു പോയിന്റിൽ ഷെഫ് തിരിച്ച് കേരളത്തിലേക്ക് പോരുകയാണ്. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് എല്ലാവരും ലണ്ടനിലേക്കും പുറം രാജ്യങ്ങളിലേക്കും ഓടുമ്പോൾ ഷെഫ് ഇത്രയും വലിയ ഭാഗ്യങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് ഷെഫ് തിരിച്ചു വന്നു. എന്താണ് അതിന് കാരണം? എൻ്റെ അടുത്ത് ഒരുപാട് പേര് ആ ഒരു കാലത്ത് ചോദിച്ചൊരു ഡിസിഷനാണ്. ആരും അന്ന് ഇത് പറഞ്ഞ പോലെ ഞാൻ 2011 ഇംഗ്ലണ്ടിലെത്തുകയും 2005 ഇംഗ്ലണ്ടിലെത്തുകയും 2011 ബ്രിട്ടീഷ് പൗരത്വവും പാസ്പോർട്ടൊക്കെ കിട്ടിയ ഒരാൾ കല്യാണം കഴിഞ്ഞു, കുട്ടികൾ അവിടെ ജനിക്കുന്നു. അവർക്ക് അവിടുത്തെ ഒരു 4-5 വർഷമൊക്കെ കഴിയുമ്പം ഒരു രാജ്യത്തേക്ക് നമ്മളൊക്കെ പോകുമ്പോൾ മിനിമം ഒരു 6 ഇയേഴ്സ് ആവും ഒന്ന് സെറ്റിൽ ആവാൻ. ആ ഒരു രാജ്യം പിന്നീട് നമ്മുടെ അടുത്ത ഒരു 5 വർഷം കഴിയുമ്പോഴായിരിക്കും അവിടെ നിന്ന് നോർമൽ ആവുക. പിന്നീടാണ് ആ രാജ്യത്തിൻ്റെ സുഖ സൗകര്യങ്ങളും
അല്ലെങ്കിൽ നമ്മളൊരു എമിഗ്രൻ്റ് ആയിട്ട് അവിടെ പോകുന്നു, അവിടുത്തെ ആദ്യത്തെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് മെല്ലെ വീടൊക്കെ മേടിക്കാൻ നോക്കുന്നു, കുട്ടികൾ വരുന്നു, അവരെ പഠിപ്പിക്കുന്നു. പിന്നീട് ആ ഒരു ഏത് രാജ്യത്തായാലും ഒരു 15 ഇയേഴ്സൊക്കെ ആകുമ്പോഴാണ് നമ്മൾ അവിടുത്തുകാരാവുക. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഞാൻ ഈ BBC മാസ്റ്റർ ഷെഫിൽ പങ്കെടുക്കുന്നു. അവിടുത്തെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു വലിയൊരു ബ്രിട്ടീഷ് കമ്പനിയിലെ എക്സിക്യൂട്ടീവ് ഷെഫായിട്ട് വലിയൊരു ജോലിയൊക്കെ ഇരിക്കുമ്പോഴാണ് ഞാൻ കരുതിയത് ശരി നാട്ടിലേക്ക് വന്നൊന്ന് ഒരു തവണ എന്തായാലും ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ട്, എപ്പോൾ വേണേലും തിരിച്ചു പോകാം, ഒരു തവണ ഒന്ന് നാട്ടിൽ വന്നൊന്ന് കുട്ടികളെയൊക്കെ ഒന്ന് കാണിക്കാം, അവർക്ക് ചിലപ്പോൾ ഇനി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ തിരിച്ചു പോകാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് ആരും എടുക്കാത്തൊരു തീരുമാനമാണ്. ഭയങ്കര ഞാൻ എല്ലാവരോടും എൻ്റെ വെൽവിഷേഴ്സിനൊക്കെ എടുത്ത് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരിക്കലും ചെയ്യരുത്, നാട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല, കാരണം നിങ്ങൾ ഇത്ര ഏൺ ചെയ്യുന്നത് ഒരിക്കലും അവിടെ മാച്ച് ആവില്ല. പിന്നെ അവിടുത്തെ 15 ഇയേഴ്സൊക്കെ നിങ്ങൾ യൂറോപ്പിൽ വർക്ക് ചെയ്തിട്ട് നാട്ടിലെ വർക്ക് കൾച്ചറൊക്കെ വേറ്റാന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ ഇതാക്കി. പിന്നെ ഞാൻ കരുതി ഒരു തവണ ശരി ഒരു 1 ഇയർ തിരിച്ചു വരാം, വന്നിട്ട് നോക്കാം. ഇപ്പം നല്ലൊരു ബെറ്റർ രവിപിള്ള സാറിൻ്റെ റാവിസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലേക്കാണ് എന്നെ ഒരു വലിയൊരു ജോലിയോടെ കിട്ടുക എന്നുള്ള. എല്ലാ പ്രവാസികൾക്കും കുറേ നാൾ കഴിയുമ്പോൾ തിരിച്ചു വരണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നാട്ടിൽ വന്ന് നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ആരും വരാത്തത്. അപ്പം എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ജോലിയും കൂടെ കിട്ടിയപ്പോൾ ഞാൻ വേറെ ഒന്നും ചിന്തിക്കാതെ ഈ ചെസ്സൊക്കെ കളിക്കുന്ന രീതിയിലുള്ളൊരു കാൽക്കുലേഷനിൽ ഓക്കെ എല്ലാ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നു. പക്ഷെ വന്നത് വീണ്ടും ഒരു വലിയൊരു വഴിത്തിരിവായെന്ന് തന്നെ പറയാം. ഈ പറഞ്ഞ പോലെ വലിയൊരു ഉയർന്ന ശമ്പളവും അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും സുഖസൗകര്യമായ 15 വർഷം ഒരു രാജ്യത്ത് കഷ്ടപ്പെട്ടിട്ട് പിന്നീട് അതിൻ്റെ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടൊരു ടൈമിലാണ് അത് കളഞ്ഞിട്ട് വരിക. അപ്പോൾ ഇവിടെ വരുമ്പോൾ അതിലും മോശമാവും അല്ലെങ്കിൽ തിരിച്ചു പോകാമെന്ന് പറയുമ്പോൾ ഞാൻ അന്ന് അവിടെ കിട്ടിയതിനെക്കാട്ടി വലിയൊരു സംഭവം വരുന്നു. ഇവിടെ ഒരു ഷെഫായിട്ട് എസ്റ്റാബ്ലിഷ് ആവുന്നു. പിന്നീട് പല 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 പരിപാടികളിലും അല്ലെങ്കിൽ പല സംഭവങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുകയും ഇപ്പോൾ ഒരു 3 ഇയേഴ്സിനുള്ളിൽ തന്നെ ഒരു ബിസിനസ് സംരംഭം ഉണ്ടാക്കി. ഇപ്പോൾ ഇത് കറക്റ്റ് കഴിഞ്ഞ 3 വർഷം മുമ്പ് കോവിഡ് കഴിഞ്ഞിട്ടുള്ള നവംബർ 1 ഓപ്പൺ ചെയ്തൊരു ബിസിനസ് 3 വർഷം കൊണ്ട് ഇത്രയും റെസ്റ്റോറൻറ്റ്സും 1200ഓളം പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊരു സ്ഥാപനമായിട്ട് മാറി. അപ്പോൾ അതെൻ്റെ ലൈഫിലെ രണ്ടാമത്തെ വലിയൊരു വഴിത്തിരിവായിട്ടാണ് മാറിയത്. പാചകം എന്ന് പറയുമ്പോൾ ഈ പാചകത്തിലെ ജെൻഡറിനെ കുറിച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ. പുരുഷൻ ചെയ്യുമ്പോൾ അത് കലയും രുചിയും വരുമാനവും ഷെഫ് എന്നുള്ളൊരു പദവിയും എല്ലാം ആകുന്നു. എന്നാൽ സ്ത്രീകൾ ഈ പാചകം ചെയ്യുമ്പോൾ അതൊരു കടമ, ഉത്തരവാദിത്തം, ഭാരം അങ്ങനെയായി മാറുന്നു. എന്താണ് ഷെഫിൻ്റെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ശരിക്കും ഞാനിപ്പോൾ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്തിട്ട് ഒരുപാട് മികച്ച ലേഡി ഷെഫുമാരുടെ കൂടെയൊക്കെ എനിക്ക് ഇംഗ്ലണ്ടിലൊക്കെ ജോലി ചെയ്യാൻ പറ്റും. അപ്പോഴാണ് എനിക്ക് അവരുടെ കാര്യം മനസ്സിലാവുകയും ഞാനപ്പോൾ ആലോചിക്കും നമ്മുടെ നാട്ടിലേക്ക് അമ്മമാർ അല്ലെങ്കിൽ വീട്ടമ്മമാർ അല്ലെങ്കിൽ സ്ത്രീജനങ്ങൾ അവർക്കൊരു നാച്ചുറലി അല്ലെ ഇൻബിൽട്ടായിട്ട് പാചകം അല്ലെ കുക്ക് ചെയ്യാനുള്ളൊരു ടാലൻ്റ് ഉണ്ട്. അപ്പോൾ അത് ഒരിക്കൽ പോലും ഒരു പ്രൊഫഷനായിട്ട് ഇവരെന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? അല്ലെങ്കിൽ പുരുഷന്മാരെക്കാട്ടിൽ ബെറ്ററായിട്ട് ഇത് പെർഫോം ചെയ്യാം. എന്തുകൊണ്ടൊരു ആണുങ്ങൾ അല്ലെങ്കിൽ ഷെഫായിട്ട് മാറുമ്പോൾ അവരത് പ്രൊഫഷണലി ട്രെയിൻഡായിട്ട് അവർ ബെറ്റർ ആയതാണ്. പക്ഷെ നാച്ചുറലി അവർക്ക് ഈ ടാലൻറ്റ് ഇല്ല. അപ്പോൾ ഞാനത് മനസ്സിലാക്കിയ എല്ലാ ആണുങ്ങൾക്കും കുക്ക് ചെയ്യാനൊന്നും അറിയില്ല. നേരെ മറിച്ച് അവരെ ട്രെയിൻ ചെയ്താൽ അവർ മികച്ച ഷെഫായിട്ട് മാറുന്നു. ഓൾറെഡി നാച്ചുറൽ ടാലൻ്റ് ഉള്ള സ്ത്രീകൾ ഈ മേഖലയിലേക്ക് വന്നാൽ ഈ പുരുഷന്മാരെക്കാട്ടിൽ എന്തുമാത്രം മികച്ച രീതിയിലുള്ള. അപ്പോൾ അത് യൂറോപ്പിലെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ പേടിയാണ് ലേഡി ഷെഫിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. അവർ അത്രയും പെർഫെക്ഷൻ, അത്രയും കറക്റ്റായിട്ട് വർക്കോളിക്കായിട്ട് ഒരു കാര്യത്തിൽ ഒരു ഷോർട്ട് കട്ട് ചെയ്യില്ല. അപ്പോൾ നമ്മുടെയൊക്കെ അമ്മമാരുടെ കറികൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ മുത്തശ്ശിമാരുടെ കറികളൊക്കെ ഇഷ്ടപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പാചകത്തിൽ ഒരു തരത്തിലുള്ള ഷോർട്ട് കട്ടും ചെയ്യില്ല. ഇനിയിപ്പം തേങ്ങ വറുത്തരയ്ക്കണമെങ്കിൽ ചെറുതായിട്ട് തിരിങ്ങിയെടുത്ത് മെല്ലെ ചൂട്ടോ അല്ലെങ്കിലൊക്കെ തീ കത്തിച്ചിട്ട് ഇളക്കി അത് വെള്ളം തൊടാതെ അരച്ചെടുത്ത് കറി ഉണ്ടാക്കുന്നൊരു നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ അത് ഷോർട്ട് കട്ട് ചെയ്തിട്ടൊരു പാനിൽ പെട്ടെന്ന് ഫ്രൈ ചെയ്ത് മിക്സിക്കകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് അരച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ കറിയുടെ രുചിയൊക്കെ മാറുന്നത്. അപ്പം സ്ത്രീകൾ എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും പാചകം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട് അതിൻ്റെ ക്ഷമയോടുകൂടി അതിനെ ഒരു ഷോർട്ട് കട്ടോ അല്ലെങ്കിൽ കഴിക്കേണ്ട ആൾ സന്തോഷിക്കണമെന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് ഒരു മെജോറിറ്റി ആൾക്കാർ ചെയ്യുക. അപ്പോൾ ആ ഒരു ക്ഷമയാണ് പാചകത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്കില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മളൊരാൾക്കൊരു ഭക്ഷണം വിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് കൊടുത്താലോ അല്ലെങ്കിൽ വീട്ടിലൊരു വിരുന്നുകാർക്ക് ഉണ്ടാക്കിയാലോ കഴിക്കുന്നവർ ഇഷ്ടപ്പെടണമെന്ന് കരുതിയാണ് ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്നേഹം കൂടെ ചാലിച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ അത് പുരുഷന്മാർ നോർമലി ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർ ട്രെയിൻ ചെയ്ത് ഷെഫ് ആവുകയും ഈ വീട്ടമ്മമാർ ഇതൊന്നും ചെയ്യാതിരിക്കുകയും. പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷം ഈ മേഖലയിലേക്ക് ഒരുപാട് സ്ത്രീജനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. എല്ലാ കിച്ചണിലും ഇപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ്സിലെല്ലാം ഒരു 10% ഇപ്പം ലേഡീസ് ഷെഫുമാരാണെന്നതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട്. അവരെല്ലാം മികച്ച രീതിയിൽ വരുന്നു. അതുപോലെ കുറേ വീട്ടമ്മമാർ ഇത് സ്വന്തമായിട്ടൊരു ബിസിനസ്സിലേക്ക് എത്തുന്ന, സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ്സ് നടത്തുന്ന, ഹോം ബേക്കിംഗ് നടത്തുന്ന ആൾക്കാരെ കേരളത്തിൽ തന്നെ കാണാൻ പറ്റുന്നതും നെക്സ്റ്റ് ഒരു 10 ഇയേഴ്സ് കൊണ്ട് ഒരു 90 to അല്ലെങ്കിൽ 95%
ആണുങ്ങളും ഒരു 5% മാത്രം ഇന്ത്യയിൽ പെണ്ണുങ്ങളുള്ള സംഭവത്തിൽ ഇപ്പോൾ അതൊരു 20%-ന് മേലെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു വരും 10-15 വർഷം കൊണ്ട് അതൊരു അറ്റ്ലീസ്റ്റ് 40-60 എന്ന നിലയിലേക്കെങ്കിലും എത്തും. അപ്പോൾ അത്രമാത്രം ഓപ്പർച്യൂണിറ്റിയാണ് ഒരു ലേഡി ഷെഫിന് അല്ലെങ്കിൽ ഒരു പാചകിക്കുന്ന ഒരാൾക്ക് ഇനി ഉണ്ടാകുന്ന ഹോട്ടലുകളിലേക്കൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റി. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉള്ളിൽ ഈ ഒരു സ്കില്ലുണ്ട്, അതൊരു പാഷനായിട്ട് മാറ്റിയാൽ വേറെ ഒരു ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്, ഏതെങ്കിലും ഒരു സമയത്ത് കുട്ടികളൊക്കെ വലുതായാൽ ഈ മേഖലയിലേക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. സ്ത്രീകളെ ഷെഫ് പറഞ്ഞു 10% സ്ത്രീകൾ ഇപ്പോൾ ഷെഫ് ജോലി കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അത് ഏറെ സന്തോഷം അത് കേട്ടതിൽ. കൂടുതൽ സ്ത്രീകൾ ഷെഫിൻ്റെ റെസ്റ്റോറൻറ്റുകളിൽ ജോലി ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഈ പാചകത്തിൽ ഒരു ക്ലാസ് ഉണ്ടോ? ഒരു അപ്പർ ക്ലാസ് അല്ലെങ്കിൽ ലോവർ ക്ലാസ്, അങ്ങനെ വർക്കിംഗ് ക്ലാസ്, ലോവർ ക്ലാസ് അല്ല, വർക്കിംഗ് ക്ലാസ്, അപ്പർ ക്ലാസ്. അതായത് നമ്മൾ ഈ കോവിഡ് കാലത്തൊക്കെ ഒരു വിഭാഗം മുഴുവനും ആഘോഷിച്ചു ഭക്ഷണം കൊണ്ട്. അതേസമയം ഒരു വിഭാഗം ഒരു ജോലിയില്ലാത്തത് കൊണ്ട് ഒരു നേരത്തെ അരിക്ക് ബുദ്ധിമുട്ടി അവസാനം പറയേണ്ടി വന്നു വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത് സൂക്ഷിച്ച് ആരെയും ബുദ്ധിമുട്ടിക്കരുത്. അങ്ങനെ ഒരു വിവേചനം ഉണ്ടോ? അത് തീർച്ചയായിട്ടും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാ മേഖലയിലുള്ള പോലെ ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ നമ്മളിപ്പോൾ കേരളം മാത്രമാണ് എനിക്ക് തോന്നുന്നത് പണ്ടത്തെക്കാട്ടിൽ നമ്മളൊക്കെ ഒരു 30 years മുന്നേ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാം കഴിക്കുന്ന ഒരു സാഹചര്യമൊന്നും ആയിരുന്നില്ല. ഇപ്പോഴത്തെ ഒരു കേരളത്തിൻ്റെ സാഹചര്യം നമുക്ക് നിങ്ങൾക്ക് ഇന്ന് ബിരിയാണി കഴിക്കണമെങ്കിൽ ബിരിയാണി കഴിക്കാൻ ഏതൊരു ഫാമിലിയിലുള്ള ആൾക്കാർക്കും പറ്റും. അല്ല നിങ്ങൾക്ക് ഒരു ചായ കുടിക്കണമെന്ന് തോന്നിയാൽ പോയി ചായ കുടിക്കുകയാണ്. പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പോൾ നമ്മളുടെ ഒരു വില്ലിനനുസരിച്ച് എന്തും കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ജീവിത സാഹചര്യം കേരളത്തിലേക്ക് മാറി. പക്ഷേ മൊത്തത്തിലൊരു ഇന്ത്യയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ പറഞ്ഞ എല്ലാവർക്കും ഈ ഒരു 3 നേരത്തെ ഏറ്റവും മികച്ച ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഇല്ലാത്ത, ഒരുപക്ഷെ കേരളത്തിൽ പോലും ഉണ്ടാവാം, വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു വിവേചനം, നല്ല ഭക്ഷണം അല്ലെ രുചികരമായ ഭക്ഷണത്തിലുപരി ഹൈജീനായിട്ടുള്ള, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമുക്കൊരു ഹാനികരമാവുന്ന രീതിയിൽ വരാത്ത രീതിയിലുള്ള ഭക്ഷണം നമുക്ക് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ലൈഫിൽ 3 നേരം ഒരാഴ്ച 21 മീൽ നമ്മൾ കഴിക്കേണ്ടതാണ്. അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഏറ്റവും മികച്ച ഭക്ഷണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കാനോ അല്ലെങ്കിൽ വെളിയിൽ പോയാൽ അത് ഒരു നല്ല പണം കൊടുത്ത് സുരക്ഷിതമായ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മാറുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒരിക്കലും ലാഭം നോക്കി അല്ലെങ്കിൽ വില കുറവുണ്ടെന്ന് നോക്കി നമ്മൾ ഏതെങ്കിലും ഭക്ഷണം കഴിച്ച് പിന്നീട് ശാരീരികമായിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാവരുത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു കേരളത്തിൽ എനിക്ക് നോക്കുമ്പം അത്രമാത്രം ഇല്ല അവളുടെ ആ വിവേചനമോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു രീതിയിൽ ഭക്ഷണം എല്ലാവർക്കും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും, നല്ല മുഴുപ്പട്ടിണിയും അരപ്പട്ടിണിയും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. പക്ഷേ ഈ പറഞ്ഞ സംഭവങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഇത് ഡിജിറ്റൽ യുഗമാണ്. പണ്ട് ബെഡ് കോഫിയും പത്രവും കൊണ്ട് ദിവസം തുടങ്ങിയിരുന്നവർ ലോകം മുഴുവൻ മൊബൈലിൽ കണ്ടുകൊണ്ടാണ് ദിവസം തുടങ്ങുന്നത്. അപ്പം എല്ലാം ഡിജിറ്റലായി, പാചകവും ഡിജിറ്റലാകുമോ? ഇനി രാവിലെ 1 ഗുളിക, ഉച്ചയ്ക്ക് 2 ഗുളിക, പോഷക ഗുളികകൾ, രാത്രിയിൽ 3 ഗുളിക, അങ്ങനെ കഴിച്ച് ജീവിക്കുന്ന ഒരു കാലം വരുമോ? ഒരു 10 വർഷത്തിനപ്പം അടുക്കളയിൽ പാചകം ചെയ്യുന്നത് ഒരു നൊസ്റ്റാൾജി ആയിട്ട് മാറുമോ? അത് എപ്പോഴും നമുക്കറിയാം, നമ്മൾ ടെക്നോളജി നമ്മുടെ ചിന്തിക്കുന്നതിലും വേഗത്തിൽ പലതരം ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ മേഖലയിലും നമ്മൾ കാണുന്ന നമ്മുടെ നിത്യജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ വിചാരിക്കാത്ത അത്ര രീതിയിൽ ടെക്നോളജി വരികയും ഇപ്പോൾ AI ആയാലും അല്ലെങ്കിൽ പല സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ രീതിയിൽ പാചകത്തിലും വരും. പക്ഷേ ഭക്ഷണം കഴിക്കുക, നമ്മൾ കൈകൂട്ടി, ഒരു മലയാളിയെ സംബന്ധിച്ച് ഒരു മീൻകറി കൈവച്ച് പെരട്ടി അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ ഒരു കംഫർട്ട് സോണിൽ അവരുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിലോ തറയിൽ ഇരുന്നോ, ചിലർക്ക് പല രീതിയിൽ നിലത്ത് ചമ്രം പിടിച്ചിരുന്ന് കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിൽ പോലും അതിനകത്തിരുന്ന് ഫീൽ ചെയ്യാണ്ട് തറയിൽ ഇരുന്ന് വട്ടത്തിൽ ഇരുന്നിട്ട് ചോറ് കഴിക്കുന്ന ആൾക്കാരെ എനിക്കിപ്പോഴും അറിയാം. അവരുടെ തൊട്ട് മുമ്പിൽ ഡൈനിങ് അല്ലെങ്കിൽ നല്ല ക്രോക്കറി, ഭയങ്കര ഡിസൈൻ ചെയ്ത പ്ലേറ്റൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് നമ്മുടെ നാടൻ പിഞ്ഞാണത്തിൽ തന്നെ കഴിക്കണം, അല്ലെങ്കിൽ ഒരു വാഴയിലയിൽ ഊണ് കഴിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഭക്ഷണത്തിലൊക്കെ എത്രയൊക്കെ ടെക്നോളജി വന്നാൽ പോലും നമ്മുടെ ഈ ഒരു കേരളം പോലൊരു സ്ഥലത്തെ ഇത്രയും സുഗന്ധ ദ്രവ്യങ്ങൾ അല്ലെ ഇത്രയും സുഗന്ധ വ്യഞ്ജനങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണം അധികമൊന്നുമില്ല. മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഓരോ ക്വിസിലെ ഏറ്റവും മികച്ച ഭക്ഷണമൊക്കെ ആയാൽ പോലും ഈ ഏലക്കയും കുരുമുളകും ജീരകവും ഉലുവയും മുളകും മല്ലിയൊക്കെ ചേർത്ത് കലർത്തുന്ന ഈ ഒരു ഭക്ഷണത്തിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും നമുക്കത് കളയാൻ പറ്റില്ല. അപ്പോൾ നമുക്കറിയാം, ആളുകളൊക്കെ, എനിക്ക് തന്നെ അറിയാം, പലരും ഭക്ഷണം കഴിക്കാതെ
ഭക്ഷണത്തിന് പകരമായിട്ടുള്ള ടാബ്ലറ്റ്സ് കഴിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അത് അവർക്ക് ഭക്ഷണം വേണ്ട, അല്ല അവരുടെ ഹെൽത്ത് കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഒരു ക്യാപ്സ്യൂൾ, അതിനകത്ത് അവർക്ക് വേണ്ട കാലറി അല്ലെങ്കിൽ ലഞ്ച് കഴിക്കുന്നതിന് വേണ്ടി. പക്ഷെ അതൊക്കെ എങ്ങനെ നമുക്ക് എത്രയൊക്കെ പണം ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്കൊരു മലയാളിയെ സംബന്ധിച്ച് ഉച്ചയ്ക്ക് ഒരു ചോറും മീൻകറി അല്ലെങ്കിൽ ഒരു കപ്പയും ഒരു മീൻ പൊരിച്ചതൊക്കെ കഴിക്കുന്നതിൻ്റെ അത്രയും നമുക്കൊരിക്കലും അത് എന്നൊക്കെ സംബന്ധിച്ചത് പറ്റുന്നില്ല. പക്ഷേ ടെക്നോളജികൾ വന്നാൽ നമ്മൾ മുഖം മാറി നിൽക്കേണ്ടി വരില്ല. അന്നേരത്തെ സാഹചര്യം അതാണെങ്കിൽ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ പാചകത്തിൽ റോബോട്ടുകൾ വരുന്നുണ്ട്. പല പല വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണും. റെസ്റ്റോറൻറ്റ്സിൽ സ്വന്തമായിട്ട് പണ്ട് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതലധികം ചൈനീസ് ഫുഡ് വരെ ചെയ്യുന്ന, അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കുന്ന, ദോശ ഉണ്ടാക്കുന്ന റോബോട്ടുകളൊക്കെ എത്തിക്കഴിഞ്ഞു. പക്ഷേ ആ ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു ഹ്യൂമൻ ടച്ച് എന്നും നിലനിൽക്കും. നമ്മുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഒരാൾ വന്ന് വിളമ്പി തന്ന് കഴിക്കുന്നതിൻ്റെ ആ ഒരു സംതൃപ്തി ഒരിക്കലും ഒരു ഡിജിറ്റലൈസ് ചെയ്താൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതെ, മീൻകറി കൂട്ടി കുഴച്ച് ചോറ് വാരി ഉണ്ണുന്നതിന്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ് അല്ലേ? അത് ആസ്വദിച്ച് കഴിക്കുന്നതിന്. അങ്ങനെ കഴിക്കാൻ പറ്റാത്ത കാലത്ത് ജീവിച്ചിരിക്കരുത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരുടെയും അങ്ങനെ എത്ര കാലം എത്ര മാറി എത്രയൊക്കെ ഡെവലപ്മെന്റ്സ് ഉണ്ടായാലും നമുക്കൊക്കെ ഈ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ഭക്ഷണം, അല്ലെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട, കേരളത്തിൻ്റെ എന്നല്ല, ഓരോ വ്യക്തികൾക്കും അവർ ജനിച്ച് വളർന്ന ചുറ്റുപാടുള്ള ഭക്ഷണം ഭയങ്കര പ്രിയപ്പെട്ടതാണ്. അത് കഴിക്കാൻ ആസ്വദിച്ച് കഴിക്കുക. വേറെ എത്രയൊക്കെ ലക്ഷറി ഉണ്ടെങ്കിലും കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ബോറാവും. പക്ഷെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ നല്ല വിശാലമായിട്ട് അപ്പവും മുട്ടക്കറിയും അല്ലെ പൊറോട്ട ഒരു മീൻകറിയും ബീഫൊക്കെ കഴിച്ചാലും കൃത്യം 1:30 ആകുമ്പോൾ വിശക്കും. ഉച്ചയ്ക്ക് ഈ ഗംഭീരമായിട്ട് ഒരു സദ്യ കഴിച്ചാൽ പോലും ഒരു 4 മണിക്ക് ഒരു ചായ കുടിക്കാൻ തോന്നും. അതിനുശേഷം ഡിന്നറും കഴിക്കേണ്ടതാണ്. അപ്പം നമ്മളെപ്പോഴും ഭക്ഷണമാണ് നമ്മളെ എല്ലാ ദിവസവും ഹാപ്പി ആക്കുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പം ഭക്ഷണം നന്നായി കഴിക്കാൻ പറ്റുക, നമുക്കിഷ്ടമുള്ള ഭക്ഷണം മിതമായ അളവിൽ നമ്മളുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ ദോഷം ചെയ്യാത്ത രീതിയിൽ കഴിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇതെല്ലാം കഴിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. അതെ അതെ. സോഷ്യൽ മീഡിയയിൽ ഷെഫ് വളരെ സജീവമാണല്ലോ. നമസ്കാരം കൂട്ടുകാരെ എന്ന് പറഞ്ഞ് ഫോണിലൂടെ ഞങ്ങളെ കൊതിപ്പിക്കുന്ന ഷെഫ്, ഈ ഒരു ഷെഫിന്റെ കാട ഫ്രൈ ഏകദേശം 1.5 കോടി ആളുകൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു റീച്ചിന്റെ രഹസ്യം എന്താണ്? തനത് രുചികളാണോ അതോ അതിനകത്തെ ഗൃഹാതുരത്വം നിറഞ്ഞ പാട്ടുകളാണോ? എന്താണ് ഇതിന്റെ ഒരു രഹസ്യം? ശരിക്കും ഞാൻ ഈ കോവിഡ് സമയത്താണ് ഇതെല്ലാം കുറെ കൂടെ ഒക്കെ വൈറലായിട്ട് വീഡിയോ ഒക്കെ വന്നതും. ആളുകൾ ആ ഒരു സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് വീട്ടിൽ ഇങ്ങനെ സ്ട്രക്കായിട്ടിരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ കുറേ അവർക്ക് ആ ഒരു സമയത്ത് ഒരുപാട് പാചക പരീക്ഷണങ്ങൾ ചെയ്യാനുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പി വേഗത്തിൽ, പണ്ട് ഇതിനു മുമ്പൊക്കെ ഒരു റെസിപ്പി വീഡിയോ വെച്ചാൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഉള്ളി അരിയുന്ന മുതൽ കാണിക്കുക. അപ്പോൾ അത്രയും സമയം കോവിഡ് സമയത്ത് നമ്മളൊരു ആളുടെ വാല്യൂ ഒരു മിനിറ്റിനകത്ത് ഇത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ സിമ്പിളാക്കി കുറേ വീഡിയോസ് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവരുടെ വീടുകളിൽ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള കുറേ വീഡിയോസ് ചെയ്തപ്പം ആളുകൾക്കത് പെട്ടെന്ന് കണക്റ്റ് ആവുകയും, അല്ലെങ്കിൽ പ്രവാസികളായാലും അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കായാലും നമ്മൾ ചെയ്തൊരു വീഡിയോ വെച്ചിട്ട് ഇൻസ്പയർ ആയിട്ട്, ഒരിക്കൽ പോലും അടുക്കളയിൽ പോലും പാചകിക്കാത്ത കുറേ പുരുഷന്മാർ ഇതൊക്കെ കണ്ട് ട്രൈ ചെയ്തിട്ട് പാചകത്തിൽ ഇൻട്രസ്റ്റ് ആയ കഥകളൊക്കെ എനിക്കറിയാം. അപ്പം അതുകൊണ്ട് നമ്മളത് എനിക്ക് തോന്നുന്നത് ഒരു സിമ്പിളായിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവർക്കുണ്ടാകാൻ പറ്റാത്ത വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാതെ പറഞ്ഞതുകൊണ്ടാവും അത് ഇത്രയും. അതെ. ഇപ്പൊ ഈ മന്തിയും അൽഫാമും പോലെയുള്ള വിഭവങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് വന്ന് അന്യരാജ്യങ്ങളിൽ നിന്ന് വന്ന് നമ്മളെങ്ങ് കീഴടക്കിയിട്ടുണ്ട്. നമ്മുടെ വിഭവങ്ങൾ തന്നെ ഷെഫിൻ്റെ ഇഞ്ചിപ്പുളി ചിക്കൻ പോലെ നമ്മുടെ ഇഞ്ചിപ്പുളിയും മറ്റും വേഷം മാറിപ്പോകുന്നു. നമ്മുടെ കേരള വിഭവങ്ങൾ, തനത് കേരള വിഭവങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഷെഫ് എന്താണ് ചെയ്യുന്നത്? എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ? എനിക്കതിൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൻ്റെ രുചികളുടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ തന്നെ ഏറ്റവും വലിയൊരു കാര്യം, നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടുന്ന ഒരു ഓപ്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. മലയാളിക്ക് മാത്രമാണ് ഈവൻ പ്രഭാത ഭക്ഷണങ്ങളിൽ പോലും തുടർച്ചയായിട്ട് ഒരു 90 ദിവസം വ്യത്യസ്തമായ വിഭവങ്ങൾ കഴിക്കാം, ഇല്ലേ? അത്രമാത്രം വ്യത്യസ്തമായ ചോയ്സുകളുള്ളൊരു സംസ്കാരമാണ് നമ്മളുടെ ഫുഡുകൾ. ഇപ്പം അരിപ്പലഹാരങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഗോതമ്പ് വെച്ചിട്ടുള്ളതായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കിഴങ്ങ് വർഗ്ഗങ്ങളുള്ള പുഴുക്കുകളായിക്കോട്ടെ, 100 ദിവസത്തിലധികം നമുക്ക് ഇന്ന് കഴിച്ചത് സാധനം മേ ബി അടുത്തൊരു 3 മാസത്തിന് ശേഷം കഴിച്ചാൽ മതി എന്താ, അത്രയും ചോയ്സ് ഉണ്ട്.
അപ്പോൾ അത്രയും വ്യത്യസ്തമായ ഒരു ചെറിയ സംസ്ഥാനത്ത് നമ്മളുടെ പഴയ കാല ഒരുപാട് റെസിപ്പികൾ ഇപ്പം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ 10 വർഷം കഴിയുമ്പോഴും ഇപ്പം അവിയലൊക്കെ പണ്ട് കാലത്ത് ഉണ്ടാക്കുന്ന അതേ രീതിയിലൊന്നും അല്ല ഇപ്പം ഒരു ഒരു കാറ്ററിംഗ് അവർ ഉണ്ടാക്കി വരിക. അപ്പോൾ പണ്ടുണ്ടാക്കുന്ന ആ മെത്തേഡുകൾ, അല്ലെങ്കിൽ പഴയ രീതിയിൽ അരി വേവിക്കുന്നതിൻ്റെ ഒരു കാര്യം, അല്ലെങ്കിൽ കറികൾ സാമ്പാർ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം, അപ്പോൾ ആ ഒരു ടെക്നിക്കോ കാര്യങ്ങളോ ഒന്നും ഒരിക്കൽ പോലും ഒരു ഡോക്യുമെൻ്റ് ആവുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പഴയ കാലത്തെ ഏതോ മുത്തശ്ശിമാരുടെ റെസിപ്പികളൊക്കെ ആ ഒരു തലമുറ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫസ്റ്റ് സെക്കൻഡ് ജനറേഷൻ കഴിഞ്ഞപ്പോൾ പുതിയ തലമുറയ്ക്ക് ഈ പാചകത്തോട് താല്പര്യമില്ലാണ്ട് അന്യം നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് ഓൾറെഡി ഒരു ഫോഗേട്ടൺ റെസിപ്പി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവങ്ങൾ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഉള്ളത് നമ്മളിതെങ്ങനെ കറക്റ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് അതിനൊരു ഡോക്യുമെൻ്റ് ആക്കിയാൽ, ഇനി ഈ ഭൂമി ഉള്ളിടത്തോളം കാലം മലയാളി തലമുറകൾ വന്നാൽ അവർക്കാർക്കും പഴയ കാലത്തെ ഒരു സിറിയൻ കാത്തലിക് അവർ കൊണ്ടുവന്ന് അവരുടെ ഇൻഫ്ലുവൻസ് ചെയ്ത നല്ലൊരു ഡിഷ് കഴിക്കാൻ പറ്റാതെ പോവരുത്. അപ്പോൾ ആ രീതിയിൽ ഇപ്പം അതിൻ്റെ ഒരു റിസർച്ച് കൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പഴയ റെസിപ്പികൾ അത് തിരുവിതാംകൂറിലെ ആയിക്കോട്ടെ, മധ്യ കേരളത്തിലെ ആയിക്കോട്ടെ, ഇനിയിപ്പം മലബാർ റീജിയനിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ കൊച്ചിയിൽ വന്ന ഫോറിൻ ജൂവിഷ് അല്ലെ പോർച്ചുഗീസുകാരൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കേരള റെസിപ്പിയായിട്ട് കൂടിച്ചു കലർന്ന പല പല ഭക്ഷണ രീതികളുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ മൂവാറ്റുപുഴയിലോ കോതമംഗലത്തോ അല്ലെ അങ്കമാലി കാലടിയിലൊക്കെ ഉള്ളതൊക്കെ വ്യത്യസ്തമാണ്. അരൂരോട്ട് പോകുമ്പോൾ വേറൊരു തരം ഭക്ഷണമാണ്. ഒരു ജില്ലയിൽ തന്നെ അത്ര വ്യത്യസ്തമായ ഭക്ഷണ രീതികളുള്ളതാണ്. അപ്പോൾ അവിടത്തെയൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു മീൻകറി ഉണ്ടാക്കുന്ന സെയിം ഒരു അയല വെച്ച് കേരളത്തിൽ എല്ലാവരും മീൻകറി ഉണ്ടാക്കും. അത് അങ്കമാലിയിൽ ഉണ്ടാക്കുന്നത് ആയാലും മുളകും തേങ്ങയൊക്കെ ആയപ്പോലും കറികൾക്കൊക്കെ വ്യത്യാസം ഇത്രയും അതിൻ്റെ ഒരു മെത്തേഡാണ്. അപ്പോൾ അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനെയൊക്കെ ഡോക്യുമെൻ്റ് ആക്കുക, അതൊക്കെ എത്ര കാലം വന്നാലും ഇനിയുള്ള തലമുറക്കൂടെ കിട്ടുക എന്നുള്ള ഒരു രീതിയിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ സന്തോഷം അത് കേട്ടതിൽ. കാരണം ഒരാളെങ്കിലും ഇത് എല്ലാം പ്രിസർവ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷം. ഷെഫ് കൾനറി സ്കൂൾ തുടങ്ങാൻ പോകുന്നു എന്ന് കേട്ടു, ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിപ്പിക്കുവാനും ഒക്കെ ആയിട്ട്. അതേക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും ഞാനിപ്പോൾ അത് നമുക്കറിയാം കുറേ ഹോട്ടൽ മാനേജ്മെൻറ്റ് സ്കൂളുകൾ നമ്മുടെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു കേരള പാചകം ഈ പറഞ്ഞ പോലെ ഇത്രയും വ്യത്യസ്തതയുള്ളൊരു പാചകം നമുക്കൊരു അക്കാഡമി ഇല്ല. നമുക്ക് കേരളത്തിന് സംഗീത കലാ അക്കാദമി ഉണ്ട്, നാടകം പഠിപ്പിക്കുന്നുണ്ട്, നൃത്ത വിദ്യാലയങ്ങളുണ്ട്, കലാമണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള 1000ഓളം വർഷങ്ങളോളം പഴക്കമുള്ള വീഗൻ, നിങ്ങൾക്കറിയാം വീഗൻ എന്ന് പറഞ്ഞാൽ ആനിമലിൻ്റെ ഒരു പ്രൊഡക്റ്റും ഇല്ലാത്ത ഭക്ഷണം ആളുകൾ തേടിപ്പിടിച്ച് വയ്ക്കുമ്പം നമ്മളുടെ ഇത്രയും പൈതൃകപരമായിട്ട് നമ്മുടെ സദ്യയെല്ലാം വീഗനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള റെസിപ്പികൾ ഇത് പഠിപ്പിക്കുന്ന ഒഫീഷ്യലി ഒരു കേരളത്തിൽ ഇപ്പോൾ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അല്ലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഉണ്ട്, ഒരു 100 കണക്കിന് സ്വദേശീയ പ്രൈവറ്റ് കോളേജുകളുണ്ട്. പക്ഷെ അവരൊക്കെ പഠിപ്പിക്കുക ഒരു ഇൻ്റർനാഷണൽ ക്യൂസിനാണ്. അല്ലാതെ ഒരു നമ്മുടെ തനി ഒരു ഹോട്ടൽ മാനേജ്മെൻ്റ് അല്ല ഒരാൾക്ക് നമ്മുടെ അവിയൽ എങ്ങനെയാണ്, ഒരു രസം എങ്ങനെയാണ് ഉണ്ടാക്കുക, അല്ലെ ഒരു സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുക, നമ്മുടെ ഒരു കോഴിക്കോടൻ ബിരിയാണി എങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ തിരുവിതാംകൂർ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാകുക. അപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു അക്കാഡമി എന്തുകൊണ്ട് കേരളത്തിൽ വരുന്നില്ല എന്നുള്ള എൻ്റെ വളരെ നാളത്തെ ഭയങ്കര ഒരു ആഗ്രഹം, ഒരു ചിന്തയാണ്. നമ്മുടെ ഈ റെസിപ്പികൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പുതിയ ആൾക്കാരെ, ആ തലമുറേനെ ഇപ്പം തന്നെ അത് പഠിപ്പിച്ച് തുടങ്ങുക, അല്ലെങ്കിൽ അതിനെ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ, അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നാൽ മാത്രമാണ് ഈ റെസിപ്പികളൊക്കെ സംരക്ഷിക്കപ്പെടുകയും എത്ര തലമുറ മാറിയാലും അത് കൈമാറ്റം. അപ്പോൾ അതിൻ്റെ ഒരു പാതയിൽ ഒരു കേരള പാചക അക്കാഡമി, കേരളത്തിലെ ഭക്ഷണം, നമ്മുടെ നാട്ടിലെ ഭക്ഷണം പ്രോപ്പറായിട്ട് അത് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഹോപ്പ്ഫുള്ളി അടുത്ത വർഷം അടുത്ത ഒരു അധ്യയന വർഷം കൊച്ചിയിലോ കൊടൈക്കനാലിലോ ഇങ്ങനെ അവിടെ എവിടെയെങ്കിലും തുടങ്ങാനാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, അതിന് നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം അല്ലേ? കേരള പാചകം പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ, അതും ഷെഫ് പിള്ളയുടെ കയ്യിൽ നിന്ന്. കേരളത്തിലെ വനിതാ പാചകം എഡിറ്റർ എന്ന രീതിയിൽ ഞാൻ കേരളത്തിലെ പല ഹോട്ടലുകളിലും യാത്ര പോയിട്ടുണ്ട്. 5 സ്റ്റാർ ആയിട്ടും 3 സ്റ്റാർ ആയിട്ടും 4 സ്റ്റാർ ആയിട്ടും തട്ടുകടകളിലും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ മാത്രം ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഷെഫ് പിള്ളയുടെ എല്ലാ റെസ്റ്റോറൻറ്റുകളും ഓവർ സ്റ്റാഫ്ഡ് ആണ്. 50 പേര് വേണ്ടടുത്ത് അവിടെ 70 പേരുണ്ട്. എന്താണ് ഈ ഓവർ സ്റ്റാഫിങ്ങിന് പിന്നിൽ? ശരിക്കും അതൊരു ഓവർ സ്റ്റാഫിംഗ് ആയിട്ടല്ല. ഞാനപ്പോൾ എൻ്റെ ഒരു വിഷൻ ഈ പറഞ്ഞ പോലെ നേരത്തെയൊക്കെ ചെസ്സൊക്കെ കളിക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നു ഇതൊരു ബ്രാൻഡായിട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നെ പോലെ ഒരു ഷെഫിന് ഒരു റെസ്റ്റോറൻറ്റോ അല്ലെ 2 റെസ്റ്റോറൻറ്റ് മാത്രമാണ് ഞാൻ പോയി നിന്ന് 100% ആയിട്ട് ചെയ്യാൻ പറ്റുക.
അപ്പോൾ ഒരു കഴിഞ്ഞ 3 വർഷം കൊണ്ട് എനിക്ക് 20ഓളം പ്രൊജക്റ്റുകളോ അല്ല ഇനി വരാൻ പോകുന്ന 10-40 പ്രൊജക്റ്റുകൾ ചെയ്യണമെങ്കിൽ ഏറ്റവും വലിയതൊരു ടീമാണ്. അപ്പോൾ ഇങ്ങനെ ഫ്രഷ് ഫുഡ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മേഖലയാണ്. അല്ലാതെ ഇപ്പോൾ ഒരു നമുക്കറിയാം വലിയൊരു അന്താരാഷ്ട്ര ബ്രാൻഡായ ഇപ്പോൾ KFCയോ മക്ഡൊണാൾഡ്സിലോ ഒരു സർട്ടൺ ഒരു SOP വെച്ചിട്ട് ആ ഫുഡ് ആർക്കായാലും ഒന്ന് ഉണ്ടാക്കാൻ പറ്റും. അതുപോലല്ല ഒരു അപ്പവും പൊറോട്ടയും ലൈവായിട്ട് ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. കപ്പി കാച്ചിയ മാവ് അതിൻ്റേതായ ആ മിസംബ്ലാസ് ഉണ്ട്. നല്ലൊരു മീൻകറിയും സദ്യയൊക്കെ ഉണ്ടാക്കണം. അന്ന് വാങ്ങിയ മീൻ വാങ്ങിച്ച് ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഇപ്പോൾ ട്രെയിൻ ചെയ്തൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യുക. അല്ല ആദ്യത്തെ റെസ്റ്റോറൻറ്റിൽ തന്നെ ഇനഫ് സ്റ്റാഫിന് പകരം കുറച്ചുകൂടി എക്സ്ട്രാ സ്റ്റാഫ് വരുന്നു. അപ്പോൾ രണ്ടാമത്തെ റെസ്റ്റോറൻറ്റിലേക്ക് ഓൾറെഡി ട്രെയിൻഡ് ആവും. അപ്പോൾ അതൊരു കണ്ടിന്യൂറ്റി ആയിട്ട് ഒരു ചെയിനായിട്ട് അങ്ങനെ ഒരു പ്ലാനിൽ ചെയ്യുകയും അപ്പോൾ ആ ഒരു സ്റ്റാഫ് ഇപ്പോഴത്തെ സമയത്ത് നമുക്കറിയാം ഒരു കസ്റ്റമർ അല്ലെങ്കിൽ കോവിഡിന് ശേഷം നമ്മളെ ഉൾപ്പെടെയുള്ളവരുടെ എല്ലാവരുടെയും ഒരു ഡിമാൻഡ് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ കസ്റ്റമർ സർവീസിൻ്റെ ഒരു അല്ലെ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഈ ഒരു സർവീസ് ഈ പറഞ്ഞ ഒരു ഹ്യൂമൻ ടച്ച് അല്ലെങ്കിൽ അവർ ചോദിക്കുമ്പോൾ കിട്ടേണ്ട ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് കൂടുതൽ ആളെ ട്രെയിൻ ചെയ്തെടുക്കുകയും നാളെ ഒരുപക്ഷെ ഈ 3 വർഷം കൊണ്ട് എനിക്ക് 20 റെസ്റ്റോറൻറ്റിലേക്കുള്ള ആൾക്കാരെ അവിടുന്ന് തന്നെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇപ്പോൾ പുതിയ ഒരു 5 റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ കൂടുതൽ ആളെ ഇട്ടാൽ 7ാമത്തെ റെസ്റ്റോറൻറ്റ് അവിടുന്ന് തന്നെ ട്രെയിൻഡ് ആയ ആൾക്കാരെ എടുക്കുകയും ആ ഒരു ബാലൻസിങ്ങിലാണ് പോയത്. വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ആണ് ഷെഫ് മുൻപോട്ട് പോകുന്നത്. ഷെഫ് പലയിടങ്ങളിലും അമ്മ രാധമ്മയെ കുറിച്ചും അമ്മയുടെ കൈപുണ്യത്തെക്കുറിച്ചും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ വനിതയിൽ പോലും ഷെഫും അമ്മയും കൂടെയുള്ള അമ്മയുടെ കൊഞ്ചു തീയലിന്റെ റെസിപ്പിയും എല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ അച്ഛനെ കുറിച്ച് ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല. അച്ഛനെ കുറിച്ച് അങ്ങനെ ആരും എല്ലായിടത്തും ചിലപ്പോൾ ഇപ്പോൾ ഈ നമ്മളിപ്പോൾ അമ്മമാരെ കുറിച്ച് അങ്ങ് ചോദിക്കുമ്പോൾ അമ്മമാരെ കുറിച്ച് പറയും. എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യമായിട്ടാണ് മേഡമാണ് ഇങ്ങനെ അച്ഛനെ കുറിച്ച് ചോദിച്ചത്. അച്ഛനും ഇതുപോലെ എൻ്റെ ഭയങ്കര ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനും അമ്മയും ഒരു കൂലിപ്പണിക്കാരായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അമ്മ കയറിൻ്റെ തൊഴിലാളിയും അച്ഛന് കക്ക അവിടെ നമ്മുടെ കൊല്ലത്ത് അഷ്ടമുടിക്കാരാണ്. അപ്പോൾ കക്ക വരുമ്പോൾ അതിൻ്റെ ഊട്ടി ചുമന്ന് കൊണ്ടു കൊടുക്കുന്നൊരു തൊഴിലാളിയായിരുന്നു. അപ്പം ഇതേപോലെ ഭയങ്കര ഇവർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മത്സ്യമൊക്കെ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വൈകിട്ട് നമ്മുടെ ഒരു ഭയങ്കര ഒരു സ്നേഹമുള്ള നമ്മുടെ എല്ലാത്തിനും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ കാര്യത്തിനും ഏറ്റവും ഹാപ്പിയാണ് അവർ. കാരണം അവരൊരിക്കലും വിചാരിച്ചില്ല അവരുടെ ഒരു മകൻ ഈ ഒരു ഐലൻഡിൽ ഒരു ദ്വീപിൽ നിന്നിട്ട് 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെയൊക്കെ അപ്പോൾ ഇവിടെ പോയാലും നമ്മുടെ അച്ഛനാന്നൊക്കെ പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്. ഇപ്പം ഇന്നലെ ഏറ്റവും വലിയ സന്തോഷം കൊല്ലത്തെ റെസ്റ്റോറൻറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ തിരി തെളിച്ചത് അച്ഛനും അമ്മയും കൂടെ ആയിരുന്നു. അപ്പോൾ അവർക്ക് ഉണ്ടായ ഒരു ഹാപ്പി എനിക്കതിൽ ആ ഒരു പ്രൗഡ് നമുക്ക് കാണുമ്പോൾ നമ്മുടെ ഒരു മാതാപിതാക്കൾ അവരെ ജീവിച്ചിരിക്കുമ്പോൾ അവരോട് എങ്ങനെയൊക്കെ അവരെ എത്രയും സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരവും മിസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളൊക്കെ എത്രയോ ബിസി ആയിരിക്കുന്ന ലൈഫിൽ അല്ലെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എല്ലാം ഒരു സെൽഫിഷ് ലൈഫിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മുടെ ഒരു സ്ട്രെസ്സായിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സമയത്ത് ചിലപ്പോൾ പാരൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ മനഃപൂർവ്വം ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കാൻ പറ്റാതെ വരുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പലരുടെയും. അപ്പം പറയാവുന്നത് ഇത്രയേ ഉള്ളൂ, അവർ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹാപ്പിനെസ് ഇനി ഒരുപാട് പണം കൊടുത്തോ ഒരുപക്ഷെ മാതാപിതാക്കളൊന്നും അതൊന്നും ആയിരിക്കില്ല ആഗ്രഹിക്കുക. അവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ എത്രയും നന്നായിട്ട് പോകുക എന്നുള്ളതാണ്. അപ്പം അതിനോടൊപ്പം തന്നെ അവർക്ക് ഒരു ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുന്നതിൽ അത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആനന്ദമാണ് നല്ലത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ നന്മയിൽ ഏറ്റവും സന്തോഷിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം ഒരു ഇനിയിപ്പോ സ്വന്തം മക്കൾ പോലും ഒരുപക്ഷെ അവരുടെ ലൈഫ് മാറുമ്പം അവർക്ക് അവരുടേതായ രീതി പോകും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷിക്കുന്നത് അൺകണ്ടീഷണൽ എന്ത് വന്നാലും കൂടെ നിൽക്കുക എന്നുള്ള ഒരു പ്രപഞ്ച സത്യം എന്ന് പറഞ്ഞ ഈ പേരൻസിന്റെ ഇതാണ്. അപ്പം ഒരവസരം കിട്ടിയാൽ നിങ്ങളുടെ മുമ്പിൽ ഒരു അവസരം കിട്ടിയാൽ ഏറ്റവും മാക്സിമം സ്നേഹിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ കണ്ണടയുന്നവരെ ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മളൊരു മെച്ചൂരിറ്റി എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അതാണ്. അതെ അതെ. ഷെഫ് ഇതുവരെ ഉണ്ടാക്കി വിളമ്പിയ ഭക്ഷണങ്ങളിൽ ഏറ്റവും സൂപ്പർ ഡിഷ് ഏതാണ്? അതോ അത് ഷെഫിന്റെ സൂപ്പർ ഡിഷ് ഫിഷ് നിർവാണ പോലെയുള്ള ഏതെങ്കിലും ഒരു വിഭവമാണോ, അതോ ഷെഫിന്റെ സൂപ്പർ ഡിഷ് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളോ? അതൊരിക്കലും ഞാൻ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 30 വർഷമായിട്ട് എത്രയോ മില്യൺ ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ള ഒരാളാണ്. അപ്പം പലതരം കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പാചകത്തിൽ ദാസേട്ടനൊക്കെ പറയുന്ന പോലെ സംഗീതം എന്ന് പറഞ്ഞാൽ അനന്തസാഗരം എന്ന് പറഞ്ഞാൽ അതിലും വലുതാണ് പാചക മേഖല. ഇപ്പൊ കേരളത്തിലെ നമ്മുടെ നാട്ടിലുള്ള ഭക്ഷണത്തിന്റെ ഒരു 10% പോലും എനിക്കറിയില്ല. അത്രമാത്രം ഭക്ഷണം ഞാൻ ഇപ്പോഴും അതിശയിക്കുന്ന ഓരോ സ്ഥലങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് മലപ്പുറത്ത് ഒരു വീട്ടിൽ പോയിട്ട് കുറേ ഭക്ഷണം പുതിയ ഇതുവരെ കഴിച്ചിട്ടില്ല.
അപ്പോൾ നമ്മളെല്ലായിടത്തും ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. മലപ്പുറത്ത് ഒരു വീട്ടിൽ പോയിട്ട് എനിക്ക് ഉണ്ടാക്കി തന്ന കുറേ വിഭവങ്ങൾ ആദ്യമായിട്ട് അതിൻ്റെ രീതി കണ്ട് പക്ഷെ വിളമ്പുന്ന രീതിയായാലും അപ്പോൾ അത്രമാത്രം കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഭക്ഷണങ്ങൾ പോലും പൂർണ്ണമായിട്ട് അറിയാൻ പറ്റാത്ത ഒരാൾ ലോകരാജ്യങ്ങളിൽ ഓരോ റീജിയണിലും ഇത്രയും മാത്രം ഭക്ഷണമാണ്. അപ്പോൾ അത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. സംഭവിക്കും, നമുക്ക് കാത്തിരിക്കണം. ഷെഫ്, ഇതുവരെ ഭക്ഷണം വിളമ്പി കൊടുത്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് വിളമ്പി കൊടുത്തത് ആർക്കാണ്? ആര്, അല്ലെങ്കിൽ അതൊരു ചോദ്യം, ആരുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം? അത് രണ്ടും ഭയങ്കര രണ്ടാമത്തെ ഭയങ്കര ഈസിയാണ്. പക്ഷെ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട്, ഞാൻ പറഞ്ഞ പോലെ ഒരു 30 വർഷത്തെ കരിയറിൽ ഒത്തിരി ആളുകൾ വെച്ചാൽ നമുക്കത് സാധാരണ മനുഷ്യർ മുതൽ ഭയങ്കര മൾട്ടി മില്യണേഴ്സ് ആയാലോ അല്ല വലിയ ബിഗ് സെലിബ്രിറ്റീസ്, പൊളിറ്റീഷ്യൻസ്, സ്പോർട്സ് പേഴ്സണാലിറ്റി, ഇവരെയൊക്കെ അടുത്ത് ഇടപഴകാനും കാണാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം കുറേ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആർക്ക് ഭക്ഷണം കൊടുത്താലും നല്ലൊരു ഭക്ഷണം അവർക്കൊരു മെമ്മറബിൾ രീതിയിൽ കൊടുത്താൽ അവർ ഭയങ്കര ഒരു വൗ എക്സ്പീരിയൻസ്. അപ്പോൾ അത് കാണുന്ന സന്തോഷമാണ് എനിക്കുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി വിശിഷ്ട വ്യക്തികൾക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരെ പേഴ്സണലി നോക്കുമ്പോൾ എനിക്കിപ്പോൾ ക്രിക്കറ്റ് പ്ലേയേഴ്സൊക്കെ അല്ലാതെ ഇന്ത്യയിൽ ക്രിക്കറ്റ് നമ്മളൊരു ഭയങ്കര ക്രിക്കറ്റ് ആരാധകനായിട്ടാണ്. അപ്പം നമ്മുടെ ഒരു ഹീറോസിന് അവരോടൊപ്പം നിന്ന് കേരളത്തിൽ വന്നപ്പം 4-5 തവണ ഭക്ഷണം കൊടുക്കാൻ പറ്റി. അതിപ്പോൾ വിരാട് കോഹ്ലി ആയാലും രോഹിത് ശർമ്മ ആയാലും അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഷെഫ് എന്ന ടൈറ്റിൽ മാറ്റിവെച്ച സുരേഷ് പിള്ള ആരാണ്? എനിക്ക് ഇനിയിപ്പോൾ അത് ഈ ഒരു 30 വർഷം കൊണ്ട് അതെൻ്റെ കയ്യിലായതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ ഇതില്ലാണ്ടൊരു ചിന്ത വരുന്നില്ല. പല രീതിയിൽ എനിക്കൊരു ആഗ്രഹം, ഇതായില്ലായിരുന്നെങ്കിൽ ഒരു പോലീസുകാരനാവുക എന്നുള്ളതായിരുന്നു എൻ്റെ ഭയങ്കര ഡ്രീം. പക്ഷേ 30 ഇയേഴ്സായിട്ട് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് പോയി. ഇനി നമ്മൾ അതിനെ അത്രമാത്രം ഇഷ്ടമായി. അപ്പോൾ ഇനി ഒരിക്കലും വേറൊരു ചിന്ത എനിക്ക് മാറ്റാൻ പറ്റില്ല. ഷെഫിന്റെ വിജയ രഹസ്യം എന്താണ്? അല്ലെങ്കിൽ ഓണ്ടർപ്രീനേഴ്സ് ആയിട്ട് ഈ രംഗത്തേക്ക് വരുന്ന ആളുകൾക്ക് ഷെഫിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? എനിക്കൊരിക്കലും അത് ഭയങ്കര ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പം 3 വർഷമായിട്ട് മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒരു ഉപദേശിക്കേണ്ട ഒരു പരിചയം എത്തിയിട്ടില്ല. കാരണം ഒരു ബിസിനസ്സിലൊക്കെ വന്ന് ഒരു 10 വർഷം ഒക്കെ എടുക്കുമ്പോഴാണ് നമ്മളൊരു പെർഫെക്റ്റ് ആവുകയും അല്ലെങ്കിൽ പല പല ചലഞ്ചുകൾ, ഇപ്പം സോഫാർ 3 ഇയേഴ്സിൽ വലിയ വലിയ ചലഞ്ചുകളൊന്നും പെട്ടില്ല. അപ്പം നമ്മുടെ ബിസിനസ്സിലായാലും കരിയറിലായാലും ലൈഫിലായാലും നമ്മൾ പല പല കടമ്പകൾ അല്ലെങ്കിൽ പല പല പ്രതിസന്ധികൾ വരുമ്പോഴാണ് നമ്മളത് അതിനകത്ത് ലേൺ ചെയ്യുകയും അൺലേൺ ചെയ്യുകയും ചെയ്യുക. അപ്പം എനിക്ക് കൊടുത്തിരിക്കുന്ന ഒരു സമയം ഇനി ഒരു 7 വർഷം കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു 7 വർഷത്തോടെ ഞാൻ ഇതേപോലെ സസ്റ്റെയിൻ ആയാൽ ഒരുപക്ഷെ എനിക്ക് അന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം ഞാൻ ഒരു എൻ്റർപ്രനർ നിലയിൽ ഒരു സക്സസ്ഫുൾ ആയി. ഒരു 30 വർഷത്തെ കരിയറിൽ ഷെഫ് എന്ന നിലയിൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. ഞാൻ പല കാര്യങ്ങളും ചെയ്തതിൽ സംതൃപ്തിയാണ്. അപ്പോൾ ഒരു എൻ്റർപ്രനർ നിലയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും എത്തി എന്ന് പറയാൻ ഒരു മിനിമം ഒരു 7-8 വർഷം കൂടെ കാത്തിരുന്നിട്ട് എങ്ങനെ ഞാൻ സർവൈവ് ചെയ്യുന്നു, ഇനി എന്തെങ്കിലുമൊക്കെ വലിയ പ്രതിസന്ധി വന്നാൽ അതിനെ എങ്ങനെ തരണം ചെയ്യാൻ പറ്റുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ഈ ചെറിയ കാലഘട്ടത്തിൽ ഈ വർഷം ഇങ്ങനെയൊക്കെ ചെയ്ത കാരണം എനിക്ക് ആകെ പറയാനുള്ളത്, ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള, ഏറ്റവും സമ്മർദ്ദം അനുഭവിക്കേണ്ട, നമുക്കൊരു സ്ഥിര ജോലി അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടൊരു ശമ്പളം കിട്ടുമ്പോൾ അത് വെച്ച് പ്ലാൻ ചെയ്തിട്ട് എല്ലാം കൊണ്ടുപോകുമ്പോഴായിരിക്കും അതിൻ്റെയൊക്കെ മാറിയിട്ടുള്ളൊരു സംഭവമാണ് കച്ചവടം അല്ലെ ബിസിനസ്. അപ്പോൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർ ഈ ഒരു സമ്മർദ്ദം നമ്മൾക്ക് അതികടക്കാൻ അല്ലെങ്കിൽ 365 ദിവസവും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനും, പ്രത്യേകിച്ച് പുതുതായിട്ട് തുടങ്ങുന്ന ഒരാൾ ഒരു 3 വർഷക്കാലമെങ്കിലും അതിൻ്റെ പിറകെ നടന്ന് അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന വരുംവരായ്മകളെല്ലാം ഫേസ് ചെയ്യേണ്ട ഒരു രീതിയാണ്. അപ്പോൾ ആ ഒരു സമ്മർദ്ദത്തെ അതിജീവിക്കാൻ പറ്റുന്നവരായിരിക്കണം ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടത്. ഷെഫിന്റെ ഉപദേശം നമ്മൾ കേട്ടു. ഇനി നമുക്ക് ഇവരോട്, നമ്മുടെ കാഴ്ചക്കാരോട്, ഓഡിയൻസിനോട് ചോദിക്കാം. തീർച്ചയായിട്ടും ഞാൻ ഇത്രയും കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇതിലേറെ കാര്യങ്ങൾ അവർക്ക് ചോദിക്കാനുണ്ടാവും. നമുക്ക് ഓഡിയൻസിന് ഷെഫിനോട് എന്താണ് ചോദിക്കാനുള്ളത്? ഒന്ന് കൈ പൊക്കിയാൽ മൈക്കുമായിട്ട് അവിടെ ആളുണ്ട്. 2 വശത്തും ആളുകൾ നിൽക്കുന്നുണ്ട്. നമ്മുടെ സെലിബ്രിറ്റി ഷെഫ് ആണ് അദ്ദേഹം നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിൽ തോന്നിയ ഒരു ചോദ്യം? ഹലോ സർ, നമസ്കാരം. ഞാൻ സാറിന്റെ നോർത്ത് ശ്രീ ഇവിടുത്തെ ഗൂഗിളുമാളിലെ ഉദ്ഘാടനം നമ്മൾ കണ്ടിരുന്നു, നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ മിക്കവാറും സാറിന്റെ ഇവിടുത്തെ കോഴിക്കോടുള്ള ഹോട്ടൽസിലൊക്കെ ഞാൻ വരാറുണ്ട്. ആൻഡ് സാറിന്റെ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ സാറിന്റെ ഇത്രയും വലിയൊരു സംരംഭത്തിലേക്ക് എത്തുമ്പോൾ
സാർ എല്ലാം ഇപ്പൊ ഈ അടുത്തൊരു ഹോട്ടൽ നിങ്ങളൊരു ഇതിൽ ഓപ്പൺ ആയി ഞാൻ സാറിന്റെ സ്റ്റോറിയിൽ കണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഒരു ബിസിനസ് എന്റർപ്രണർ എന്ന രീതിയിൽ ഫുൾ പ്രോഫിറ്റിലാണോ ഇത്രയും ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുന്നത്? സാറിന് അത്രയും കയ്യിലുണ്ടെന്നതിൽ മുകളിൽ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ നമുക്കും ഇപ്പോൾ ഒരു ആഗ്രഹം ഒരു ഭാവിയിൽ ഒരു എന്റർപ്രണർ ആവണം തന്നെയാണ്. അപ്പോൾ അത് സാറിന്റെ വാക്കുകൾ അതൊരു വളരെ വാല്യൂബിൾ വാക്കുകളാവും. തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് ഒരു സംഭവം ബിസിനസ്സിൽ കുറച്ച് ടൈം എടുത്ത് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഇത്രയും കോമ്പറ്റീറ്റീവായിട്ടുള്ള, പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന ഒരു ഫുഡ് ബിസിനസ്സാണ്. അപ്പോൾ ഭക്ഷണത്തിൽ നമുക്കറിയാം എന്തുമാത്രം കോമ്പറ്റീറ്റീവ് ആണ് ഈ മാർക്കറ്റ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു മാർക്കറ്റിൽ നിന്നുകൊണ്ട് ഫസ്റ്റ് ഒരു സർവൈവിലേക്ക് എത്തുക, പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞത് ഇതൊരു പാഷനായിട്ട് ചെയ്യുന്നൊരു ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ലോങ് ടൈം സർവൈവ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലായിട്ട് ഒരു പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പ്രോഫിറ്റ് ഇല്ലാതെ ഒരിക്കലും ഒരു ബിസിനസ്സും മുന്നോട്ട് പോകില്ല. അപ്പോൾ പ്രോഫിറ്റ് എല്ലാം ചെയ്യുന്നത് പ്രോഫിറ്റ് തന്നെ ആവണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് 12 ഡിഫറെൻറ്റ് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ചിലതൊരു ബ്രാൻഡിങ് പെർസ്പെക്റ്റീവ് ആയിരിക്കും, ചിലത് നമ്മൾ പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, ചിലതൊരു കൊമേഴ്സ്യലി കംപ്ലീറ്റ്. ഇപ്പോൾ 22 റെസ്റ്റോറൻറ്റ് ഞാൻ ലേമറിഡിയൻ പോലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുള്ളതുണ്ട്, സ്റ്റാൻഡ് ലോൺ ആയിട്ടുള്ളതുണ്ട്, സ്ട്രീറ്റ് ഫുഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും മാളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ബിസിനസ്സിനെ പൊസിഷൻ ചെയ്യുന്നത് ചിലത് തീർച്ചയായിട്ടും ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കാം, ചിലത് നമ്മൾ ചെയ്യുക ഒരു ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും. അപ്പോൾ നമ്മളൊരു വലിയൊരു ഇപ്പോൾ ലുലു മോളിൽ നിങ്ങൾക്ക് ഒരു സംഭവം ചെയ്യുക, ഒരുപക്ഷെ നിങ്ങൾക്ക് അവിടുത്തെ കൊമേഴ്സ്യലൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അവിടുത്തെ റവന്യൂ ഷെയറും കാര്യങ്ങളൊക്കെ പറയാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ ലാഭം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, പക്ഷേ അതുണ്ടാക്കുന്ന ഒരു ബ്രാൻഡ് വാല്യൂ ആയിരിക്കാം. അപ്പോൾ അതൊക്കെ പോലെ പൊസിഷൻ ചെയ്യുക, ബിസിനസ് എന്താണെന്ന് എല്ലായിടത്തും ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കലും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകില്ല. അപ്പോൾ നമുക്കൊരിക്കലും ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓക്കെ നിങ്ങൾ മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് ചെയ്യുകയാണ്, അല്ലെ എക്സ്പാൻഡ് ചെയ്യുകയാണ്, ഇവിടെ നിന്ന് പ്രോഫിറ്റ് ആയിരിക്കാം, ഇവിടെ ഒരു ബ്രേക്ക് ഈവൻ ആയിരിക്കാം, അല്ലെ വേറൊരിടത്ത് ലോസ് ആയിരിക്കാം. അപ്പോൾ ആ ലോസ് വന്നാൽ നിങ്ങളെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അത് ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു സ്ഥിരമായിട്ടൊരു ഒറ്റ പോളിസിയിൽ ഒരിക്കലും ബിസിനസ് നമുക്ക് ഒരിക്കലും മുന്നോട്ടുണ്ട്. എന്താണോ സർക്കംസ്റ്റാൻസ്, എന്താണോ സാഹചര്യം അനുസരിച്ചിട്ട് നമ്മൾ ഡിസിഷൻ മാറ്റുകയും അതിന് വേണ്ട രീതിയിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കണം ബിസിനസ്സിലേക്ക് എത്തുക. താങ്ക് യു ഷെഫ്. ഇനി ആർക്കെങ്കിലും കേൾക്കാമോ? ഹലോ ഹലോ പറയൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഷെഫ്. നമസ്കാരം. കണ്ടതിൽ സന്തോഷം. 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഷെഫ് ഒരുപാട് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അതെല്ലാം സൂപ്പറായെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെഫ് സ്വന്തം വീട്ടിൽ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഉണ്ടാക്കി കൊടുത്തിട്ട് ഏറ്റവും സൂപ്പർ ആണെന്ന് പറഞ്ഞ വിഭവം ഏതായിരുന്നു? തീർച്ചയായിട്ടും എൻ്റെ ഒരു വീടെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കായലിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് മത്സ്യവിഭവങ്ങൾ കിട്ടുന്ന അഷ്ടമുടി കായലിൻ്റെ ഒരു തുരുത്തിലാണ് എൻ്റെ വീട്. ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ചോറില്ലാത്ത സമയമുണ്ട്, അരിയില്ല എന്നുള്ള, പക്ഷെ മീനില്ലാത്ത ഒറ്റ ദിവസം പോലും ഇല്ല. അപ്പോൾ നമുക്ക് വെറുതെ ഇനി പൈസ ഇല്ലെങ്കിൽ പോലും വീടിൻ്റെ അടുത്ത് അല്ലെ കായലിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കക്ക വാരിയെടുക്കാം. അല്ല ഇവിടെ നിങ്ങളുടെയൊക്കെ ഏറ്റവും ഫേമസ് ആയ കല്ലുമ്മേക്കായ, നമ്മളവിടെ ചിപ്പിക്കക്ക എന്ന് പറയാം. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ വെറുതെ അവിടെ ആ കായൽ വാരത്ത് പോയിട്ട് നമ്മൾ പോയി ഒരു സഞ്ചിക്കകത്ത് വാരി എടുത്തുകൊണ്ട് വന്ന് പുഴുങ്ങിയെടുത്ത് കഴിക്കുന്നതാണ്. അപ്പം മീനില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. അപ്പം മീനാണ് ഞങ്ങളെ എല്ലാവരെയും ഹാപ്പി ആക്കുന്നൊരു സംഭവം. അപ്പം മീൻ വെച്ച് എന്തുണ്ടാക്കിയാലും അവരൊക്കെ ഹാപ്പിയാവും. പ്രത്യേകിച്ച് മുരിങ്ങ ഇറച്ചി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പക്ഷേ ഓയിസ്റ്റേഴ്സ് അല്ലെ മുരുവിറച്ചി എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി ഞങ്ങൾ റോസ്റ്റൊക്കെ ചെയ്ത് ഏറ്റവും ഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ വീട്ടിലൊരു വിരുന്നുകാർ വന്നാൽ ഈ മുരിങ്ങയിറച്ചി വാങ്ങിക്കും, വീട്ടിലെല്ലാവരും ഇരുന്ന് ഉണ്ടാക്കും. അതുപോലെ ഒരു കൊഞ്ച് തീയലുണ്ടാക്കും. ഇതൊക്കെയാണ് നമ്മളുടെ ഹാപ്പിനെസ്. ഷെഫ് പേഴ്സണലി ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൊരു വിഭവം ഇത് തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യം, ലോകത്ത് പല ഭാഗത്ത് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഏത് നാട്ടിലെ ഭക്ഷണത്തോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത്? ഒന്നുകൂടി ഒന്ന് കഴിച്ചു നോക്കണമെന്ന് തോന്നുന്നൊരു വിഭവം ഏതായിരിക്കും? ഞാനൊരു പറഞ്ഞ പോലെ ഒരു ഷെഫ് എന്ന നിലയിൽ ഒരുപാട് രാജ്യത്ത് പോയി ഒത്തിരി വലിയ വിഖ്യാതമായ, അതായത് ഒരു മീലിന് ഏകദേശം 30,000 രൂപയൊക്കെ വർത്ത്, ഒരു പെർ പേഴ്സൺ 30,000 ഒക്കെ ചാർജ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി ഭക്ഷണം കഴിക്കാനുള്ള ഭയങ്കര ഭാഗ്യം. ഏറ്റവും മികച്ച വിഖ്യാതമായ ഹെസ്റ്റൺ ബ്ലൂമെന്തൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡിന്നറിന് എത്രയോ ഡോളർ ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ ഗോർഡൻ റാംസേ, അലൻ ഡുക്കേസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ലോകത്തെ ഏറ്റവും വലിയ ഷെഫുമാരുടെയൊക്കെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ സിമ്പിളായിട്ടുള്ള തട്ടുകടയിൽ പോലും നമ്മൾ പോയി കഴിക്കും. അപ്പോൾ അവിടെയൊക്കെ പോയി യാത്ര ചെയ്യുകയും പല രാജ്യങ്ങളിൽ പോയി പലത് കാണുകയും ഒരു ഷെഫ് എന്ന നിലയിൽ അതൊക്കെ മനസ്സിലാക്കിയപ്പം ഭക്ഷണമൊക്കെ എല്ലായിടത്തും അവരുടെ ഒരു കൾച്ചർ വെച്ചിട്ട് ഡെവലപ്പ് ആവുകയും അതിനൊക്കെ അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു മലയാളി എന്ന നിലയിൽ
നമ്മളിതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും പലതും കഴിച്ച് മനസ്സിലാക്കിയെങ്കിലും ഇതുപോലെ ഒരു രുചി അല്ലെങ്കിൽ ഇത്രമാത്രം നമ്മളെ വീണ്ടും വീണ്ടും കഴിക്കും. എന്തുകൊണ്ട് മലയാളികൾ ഇത്രമാത്രം പ്രമേഹ രോഗികളാവുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം, ചോറ് കഴിച്ചത് കൊണ്ടാണ് നമുക്ക് പ്രമേഹം അല്ലെ ഷുഗർ കൂടുന്നത്. എന്നാൽ പോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത നമ്മളുടെ കറികളുടെ രുചിയുടെ ആസ്വാദന നില കൊണ്ടാണ്. കാരണം ഇത്രയും സ്പൈസസ് വേറെ ഒരാൾ ഉപയോഗിക്കുന്നില്ല. മുളകും പുളിയും, അല്ലെങ്കിൽ അതിനകത്ത് പുളിക്ക് വാളംപുളിക്ക് പകരം കുടംപുളി ചേർക്കുക, ഇലുമ്പം പുളി ചേർക്കുക, അല്ലെ പച്ചമാങ്ങ ഇടുക. അപ്പോൾ ആ പുളിയുടെ രസത്തിലൊക്കെ കൃത്യമായിട്ടുള്ള ആ രുചി വേറൊരു നാട്ടിൽ പോയാലും നമുക്ക് കിട്ടില്ല. അവരുടെയൊക്കെ മികച്ച ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫുഡ് ഉണ്ടെങ്കിൽ പോലും അതൊക്കെ തുടർച്ചയായിട്ട് ഒരു മാസം കഴിക്കാനോ അല്ലെ ഒരു ആഴ്ച കഴിക്കാനോ ഒരാൾക്കും പറ്റാറില്ല. ഇപ്പോൾ ഒരു കേരളത്തിൽ വന്ന ഒരാൾ, ഇപ്പോൾ എത്രയോ ഇതര സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ ബംഗാളിലും, ഇപ്പം നമ്മളൊക്കെ മറ്റൊരു സ്ഥലത്ത് പോയാലും അവരെല്ലാം കേരള ഭക്ഷണം കഴിക്കുക. പക്ഷേ ഇവിടെ വന്ന ബംഗാളികളായാലും മറ്റ് ആസാമിലുള്ളവരായാലും നമ്മുടെ ഇവിടെയൊക്കെയുള്ള തൊഴിൽ ചെയ്യുന്നവരും അല്ലാതെ പല പണിക്ക് വരുന്നവരും ഒരു മാസം കഴിയുമ്പോൾ കേരളത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ഫാനായിട്ട് മാറുകയാണ്. അവരൊക്കെ വീട്ടിൽ സ്വന്തമായിട്ട് റേഷനരി വാങ്ങിച്ച് ഇവിടുത്തെ മീൻകറി ഉണ്ടാക്കി കഴിക്കുക. അല്ലെങ്കിൽ ആദ്യം ഒരു ദാല് മാത്രം, അവർക്ക് ഇവിടുത്തെ മീൻകറിയോ അല്ലെങ്കിൽ ഇവിടുത്തെ സ്പൈസോ ഇഷ്ടമല്ലാത്ത ആൾക്കാർ, വെളിച്ചെണ്ണ ഇഷ്ടമല്ലാത്ത ആൾക്കാർ, തേങ്ങയുടെ രുചി ഇഷ്ടമല്ലാത്ത ആൾക്കാർ 1-2 മാസം കഴിഞ്ഞിട്ട് ഇവർ ചോറും മീൻകറിയും സാമ്പാറും അല്ലെങ്കിൽ പുളിശ്ശേരിയും കൂട്ടി പെരട്ടി കഴിക്കുന്നത് ഞാൻ കാണാറുണ്ട്. മറ്റ് സംസ്ഥാനത്ത് പോയാലും ഇപ്പം മലയാളികൾ ലോകത്തെല്ലായിടത്തും പോയാലും അവർ വെളിയിലൊക്കെ ഭക്ഷണം കഴിച്ചാൽ അവർ വീട്ടിൽ കേരള ഭക്ഷണം തന്നെ ഉണ്ടാക്കും. അപ്പം അത്രമാത്രം നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു എന്ന നിലയിൽ എനിക്ക് എപ്പോഴും ഒരു പേഴ്സണലി കേരളത്തിൻ്റെ ഭക്ഷണം തന്നെയാണ് ഏറ്റവും ഇഷ്ടം. താങ്ക് യു ഷെഫ്, സോ ഹാപ്പി ടു ഹിയർ ദാറ്റ്. അപ്പോൾ ഷെഫ് ഇനിയും സ്നേഹം വാരി വിതറി ഇനിയും ഏറെക്കാലം ഞങ്ങളെ ഭക്ഷണം കഴിപ്പിച്ച് കൊതിപ്പിച്ച് ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു. താങ്ക് യു. ഭയങ്കര സന്തോഷം. ഈ പറഞ്ഞ പോലെ മനോരമയുടെ ഹോർത്തൂസ്ന ആദ്യ സെഷൻ ഫസ്റ്റ് കോഴിക്കോട് വന്നതാണ്. അപ്പോൾ ഈ ഒരു വേദിയിൽ പങ്കെടുക്കാൻ പറ്റുകയും നിങ്ങളുടെ അടുത്ത് സംവദിക്കാൻ പറ്റുകയും ഒരുപാട് നിങ്ങൾക്ക് ഒരുപക്ഷെ ഞാൻ പറയണമെന്ന് കരുതിയാണ്, മെർലിൻ മേഡത്തിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. 24 വർഷമായിട്ട് വനിത എന്ന് പറഞ്ഞാൽ മലയാളികളുടെ മനസ്സിലുള്ള ഒരു ബ്രാൻഡ്. മനോരമ എന്നാൽ വലിയൊരു ബ്രാൻഡാണ്, അതിലും മുകളിൽ നിൽക്കുന്നതാണ് ഒരുപക്ഷെ വനിത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ 24 വർഷം അതിൻ്റെ ഒരു ടോപ്പ് അതിൻ്റെ ഒരു കോർഡിനേറ്റർ എഡിറ്റോറിയൽ ബോർഡിലുള്ള ഒരു ആളാണ്. അപ്പോൾ ഇവരുമായിട്ട് ഇരുന്ന് പലപ്പോഴും പല ഇൻ്റർവ്യൂസിലും അല്ല പല പ്രോഗ്രാമിനും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പല സമയത്തുണ്ട്. അപ്പം 25 ഇയേഴ്സിനടുത്തിട്ട് ഒരു മലയാളികളെ ഏറ്റവും സ്വാധീനിച്ച ഒരു മാഗസീൻ്റെ ചീഫായിട്ടിരുന്നൊരു ലേഡി എടുത്തിരുന്ന് ഇങ്ങനെ ഒരു സംവദിക്കാൻ പറ്റിയതിലും താങ്ക് യു. അപ്പോൾ നിങ്ങളോട് എല്ലാവർക്കും ഒരുപാട് നന്ദി. കോഴിക്കോടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ വരികയാണ്. അപ്പോൾ സന്തോഷം. അടുത്ത വർഷം ഹോപ്പ്ഫുള്ളി ഹോർത്തൂസ് ഇതിലും വലിയ രീതിയിൽ ഉയരട്ടെ. ആദ്യത്തെ വർഷം തന്നെ ഇത്രയും വലിയ ജനപങ്കാളിത്തം കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്.